സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അങ്ങനെ കർക്കിടകം 1-ാം തീയതിയാണ്. മലയാളം ആണ്ടിൻ്റെ അവസാന മാസമാണ്. കർക്കിടകം കടക്കുന്നതോടുകൂടി ഇനി ഒരു പുതിയ വർഷം കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ 1201-ാം ആണ്ടിലെ അവസാന മാസം എന്ന നിലയിൽ ഈ കർക്കിടക മാസത്തിൽ ചില രാശിയിൽപ്പെട്ട ഏകദേശം 12ഓളം നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച്, പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതി അനുസരിച്ച് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു സമയമാണ്. ഈ 12 നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഉറപ്പായും ഇവരിലൂടെ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട് തേടി വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നാളുകാരിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഐശ്വര്യം, നിങ്ങളുടെ കുടുംബത്തിന് നേട്ടം, പുരോഗതി, സാമ്പത്തികാഭിവൃദ്ധി, ധനഭാഗ്യം, ലക്ഷ്മി യോഗം, ഇങ്ങനെ പല സൗഭാഗ്യങ്ങൾ ഈ മാസം കാത്തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ നാളുകാരെന്നുള്ളത് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ്. കർക്കിടകം എന്ന് പറയുന്നത് എക്കാലവും മലയാളിക്ക് പുണ്യ മാസമാണല്ലേ. രാമായണ ശീലുകൾ ഗൃഹത്തിൽ മുഴങ്ങുന്ന ഏറ്റവും സുന്ദരമായ ഒരു മാസം. ഈ മാസത്തിലെ ഗ്രഹനില എടുത്ത് പരിശോധിച്ചതിൽ നിന്ന് ചില രാശിക്കാർക്ക് വമ്പൻ നേട്ടങ്ങളെ കുറിച്ചാണ് ജ്യോതിഷം പറയുന്നത്. ഭാഗ്യം വിരുന്നൊരുക്കുന്ന ഉദ്ദേശം 4ഓളം രാശിക്കാരുണ്ട്. ആ രാശിയിൽപ്പെട്ട ഏകദേശം 12ഓളം നക്ഷത്ര ജാതരുണ്ട്. ഈ മാസത്തിൽ ഇവർക്കാണ് ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ രാശിക്കാർ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഇവരിലൂടെ വലിയ അളവിൽ സാമ്പത്തിക സൗഭാഗ്യവും നേട്ടവും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്താൻ പോവാണ്. അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉറപ്പായും കർക്കിടക രാശി തന്നെയാണ്. കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ തന്നെയാണ്. പുണർതം, കാലം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രാശിയാണ് കർക്കിടക രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങൾ പുണർതം, കാലം, പൂയം, ആയില്യം, വ്യാഴം അതിൻ്റെ സ്വന്തം ഉച്ചരാശിയിൽ നിൽക്കുകയും അതിലേക്ക് സൂര്യൻ വന്ന് സംയോഗം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കർക്കിടക രാശിക്കാർക്ക് ഈ മാസം വന്നു ചേരാൻ പോകുന്നത്. തൊഴിലിലും സാമൂഹികമായ പദവിയിലും ഗൃഹത്തിലും കുടുംബത്തിലും നാട്ടിലും അവരുൾപ്പെടുന്ന സഭകളിലുമൊക്കെ തന്നെ ഉന്നതമായ ഒരു സ്ഥാനം അല്ലെങ്കിൽ അവരുടെ യശസ് വർദ്ധിക്കുക, സൗഭാഗ്യം ഇരട്ടിക്കുക, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുക, ശമ്പള വർധനവിലൂടെ ധനം വന്നു ചേരുക, ഭാഗ്യം, ഈശ്വരാധീനത്തിലൂടെ സമ്പത്ത് നേടുക, തീർത്ഥാടന യാത്രകൾ പോവുക, ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് കർക്കിടക രാശിക്കാരെ കാത്ത് ഈ മാസത്തിൽ ഇരിക്കുന്നത്. ഈ കർക്കിടക രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാരൊക്കെ ഈ ഒരു മാസത്തിൽ തൊടുന്നതെല്ലാം പൊന്നായി മാറും എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർ അല്ലെങ്കിൽ നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഇവരിലൂടെ നിങ്ങളുടെ ഗൃഹം രക്ഷപ്പെടാൻ പോവാണ്. സാമ്പത്തികമായ ബാധ്യതകളോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ എന്ത് തന്നെയായിരുന്നാലും ഈ നാളുകാരിലൂടെ നിങ്ങൾക്ക് ഇറക്കമുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിന് സഹായങ്ങളുണ്ടാകും, അതുപോലെ നേട്ടങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും. സാമ്പത്തികമായും ഒരു സുസ്ഥിരത നേടുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കർക്കിടക രാശിയിൽ വരുന്ന നാളുകാർ. സൗഭാഗ്യം ഏറ്റവും വർദ്ധിക്കുന്ന, ഈശ്വരാധീനമൊക്കെ വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു മാസം ഇവർ കടന്നു പോവുക. പ്രത്യേകിച്ച് തീർത്ഥാടന യാത്രകൾ, ക്ഷേത്ര സന്ദർശനം, ഇതൊക്കെ ചെയ്യുവാൻ ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കും. സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. 2ാമത്തെ രാശി എന്നത് മീനരാശിയാണ്. പോരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത്. മീനരാശിക്കാർക്കും ഈ കർക്കിടക മാസം അത്യധികം ഐശ്വര്യദായകമായ ഒരു മാസമായിട്ട് മാറാൻ പോവുകയാണ്. മീനത്തില് ശനി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മനസ്സിനൊരു സന്തോഷക്കുറവ്, ഉന്മേഷക്കുറവ്, മടി, അലസത, കുടുംബത്തിൽ അരിഷ്ടതകൾ ഏറുക,
രോഗദുരിതങ്ങൾ വർദ്ധിക്കുക, അങ്ങനെ പലവിധ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നവരാണ് നമ്മൾ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാര്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, ഞെരുക്കം ഉണ്ടാകുക, പലരിൽ നിന്നും മാനസികമായ സന്തോഷക്കേടുകൾ അനുഭവിക്കേണ്ടി വരിക, അങ്ങനെ പല രീതിയിൽ ശനി ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നൊരു സമയമായിരുന്നു കർക്കിടകത്തിന് മുൻപുണ്ടായിരുന്ന ആ ഒരു സമയം. എന്നാൽ കർക്കിടകത്തിലെ വ്യാഴത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഇതിനോടകം സമ്മാനിച്ചിട്ടുണ്ട്. അത് ഈ കർക്കിടകത്തിൽ ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം കൂടുതലായി ഗൃഹത്തിൽ വന്നു ചേരും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചു വന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു ദൈവീകമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ സാധിക്കും. എങ്ങനെയെന്നാൽ ഈശ്വരന്റെ അദൃശ്യമായ അനുഗ്രഹം അല്ലെങ്കിൽ കരങ്ങൾ നിങ്ങളിൽ പതിയുന്നത് കൊണ്ട് എല്ലാം ഒരു ഭാഗ്യം പോലെ രോഗദുരിതങ്ങൾ നീങ്ങുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുക, അപ്രതീക്ഷിത ധനസഹായങ്ങൾ വന്നു ചേരുക, പ്രണയ സാഫല്യം ഉണ്ടാകുക, അങ്ങനെ എല്ലാം വളരെ ഭാഗ്യം കൈവന്നതുപോലെ അല്ലെങ്കിൽ ഈശ്വരൻ്റെതായ ഒരു അനുഗ്രഹം പോലെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം കാല് ചേരുന്ന ധനു രാശിക്കാര്. ഇവരെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സൗഭാഗ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ആളുകാരാണ്. കടബാധ്യതകളും കുടുംബത്തിൽ തന്നെ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും അവഗണനകൾ നേരിടേണ്ടി വരികയും തൊഴിൽ സംബന്ധമായിട്ട് വളരെ വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ആളുകാരായിരിക്കാം ഇവര്. അതിന് വ്യക്തമായ ജ്യോതിഷ കാരണങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഇതിലൂടെയൊന്നും കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, അത് നിങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങൾ ചെയ്ത പൂർവജന്മ സുഹൃതമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വരാധീനമോ ദൈവാധീനമോ ഒക്കെ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും ഇനി ടെൻഷൻ അടിക്കേണ്ട. കർക്കിടക മാസം പുലരുന്നതോട് കൂടിയിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഈ മാസം കാത്തിരിക്കുന്നത് അപ്രതീക്ഷിത ധന നേട്ടമാണ്. ഒരു വലിയ സാമ്പത്തിക നേട്ടം ഈ ഒരു മാസം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ലോട്ടറിയിലൂടെ ആയിരിക്കാം, ചിട്ടിയിലൂടെ ആയിരിക്കാം, പെട്ടെന്നുള്ള സഹായങ്ങളിലൂടെ ആയിരിക്കാം, എങ്ങനെയായിരുന്നാലും ബാങ്ക് ലോണുകൾ ലഭിക്കുക. അപ്പം അങ്ങനെ ഒരു സമ്പത്ത് നിങ്ങളുടെ കൈതേടി വരാനുള്ള എല്ലാവിധ സാധ്യതകളും സാഹചര്യങ്ങളും ഗ്രഹനില പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. സാമ്പത്തിക നിലയിൽ ഒരു പുരോഗതി അല്ലെങ്കിൽ ഇവരിലൂടെ ഒരു വലിയ സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതാണ്. മാത്രമല്ല കേട്ടോ, പുതിയ എന്തോ ചില ഭാഗ്യങ്ങൾ, അതെന്താണ് എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും പുതിയ പുതിയ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഗൃഹത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും ഈ ഒരു മാസം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളെ തേടി വരും. അതുപോലെ വാഹനയോഗം, സ്വർണ്ണാഭരണങ്ങൾ, ഈ 2 കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. വാഹനം കൊണ്ടൊരു സൗഭാഗ്യവും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് ഒരു നേട്ടം, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുക, ഈ നിലയിലൊക്കെ സൗഭാഗ്യം ഈ കർക്കിടകത്തിൽ ഉണ്ടാകാൻ ജ്യോതിഷപരമായി സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ സാധ്യതകളുണ്ട്, ലക്ഷണങ്ങളുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ മനസ്സിലാക്കിയ എല്ലാ നാളുകാർക്കും ഭാഗ്യമുള്ളതുപോലെ തന്നെ മറ്റ് നക്ഷത്രക്കാർക്കും അവരുടെ കർമ്മഫലത്തിൻ്റെ ഭാഗമായും അവരുടെ വിംശോത്തരി ദശയുടെയൊക്കെ ഭാഗമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഭാഗ്യം ഒന്നുകൂടി ഇരട്ടിക്കാൻ ഈ പറഞ്ഞ നാളുകാർ, അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് രാമായണ പാരായണം തന്നെയാണ് ഈ ഒരു മാസത്തിൽ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും അനുയോജ്യമായിട്ടുള്ളത്. മറ്റൊന്ന് നാമജപമാണ്. ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള ഭഗവാന്റെ നാമം നിങ്ങൾ ആവുന്നത്ര ഉരുവിടുക. മൂന്നാമതായിട്ട് ദാനധർമ്മം. വിശക്കുന്ന പക്ഷിക്കോ മൃഗങ്ങൾക്കോ നിങ്ങൾ ഭക്ഷണം ദാനം ചെയ്യുക. മനുഷ്യന് ദാനം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ അന്നമെങ്കിലും വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഈ അന്നദാനം തന്നെയാണ്. അത് വലിയ രീതിയിൽ നടത്തണം എന്നൊന്നുമില്ല. ഉറുമ്പുകൾക്ക് ഒരു തരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ പോലും അത് അന്നദാനത്തിന് സമമാണ്. കർക്കിടക മാസത്തിൽ അന്നം ദാനം ചെയ്യുന്നത് പിതൃപ്രീതി നേടിത്തരികയും മഹാപുണ്യത്തെ നേടിത്തരികയും ചെയ്യുന്ന ഒന്നാണ്. സൂര്യനും വ്യാഴവും സംഗമിക്കുന്ന ഈ പുണ്യ മാസം, വർഷത്തിലെ ഏറ്റവും അസുലഭമായ ആ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ നാളുകാരിലൂടെ
ഗൃഹത്തിൽ ഐശ്വര്യം തേടി വരും. വരുന്ന അധ്യായത്തിലൂടെ നമുക്ക് മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.